ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിഗാസ് ഫുഡ് കൃഷിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സേമിയ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനൊരു പാക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ചു. എന്നിട്ട് അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു കറുവാപ്പട്ട ഇട്ട് കൊടുത്തു. പിന്നെ ജീരകം, കുരുമുളക്, ഏലക്കായ, കറുവാപ്പട്ട ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് മൂത്ത് വന്ന് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടൊമാറ്റോ ഇവിടെ ഞാൻ പേസ്റ്റ് ആക്കിയതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ബോൺലെസ് ചിക്കനാണിത്. അത് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വേവിക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വേവിക്കണം. ഇപ്പം മസാലയും സേമിയയും എല്ലാം കൂടെ നന്നായി മിക്സായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സേമിയ വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അതിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ബിരിയാണിയാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.